പല്ലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പല്ല് നേരെയാവാത്തതിൻ്റെ അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യണം. നമുക്ക് എല്ലാ വേദനയും സഹിക്കാൻ പറ്റും. പല്ലുവേദന വായിച്ച് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും 6 മാസം കൂടി ഡെൻറ്റിസ്റ്റിനെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ പുതിയ പല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, കറക്റ്റാണോ എല്ലാം ഇരിക്കുന്നേ എന്നുള്ളത് അറിയാമല്ലോ. ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. പണ്ട് പല്ലിൽ കമ്പി ഇടുന്നതിന് ഒരു ഓൾട്ടർനേറ്റീവാണ് അലൈനർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും അലൈനർ ചെയ്യാൻ എലിജിബിൾ അല്ല. അലൈനേഴ്സും ബ്രേസസിനും വ്യത്യാസം സമയത്തിലുണ്ട്. അലൈനേഴ്സിന് വന്നിട്ട് സമയം കുറവാണ്, ബ്രേസസിന് സമയം കൂടുതലാണ്. പക്ഷേ എൻ്റെ ഡീമെറിറ്റ് വരുന്നത് എവിടെയാണെന്ന് അറിയോ? പേഷ്യൻ്റ് കറക്റ്റായിട്ട് ഇടണം. പേഷ്യൻ്റ് സ്വന്തമായിട്ട് ഊരാനും ഇടാനും പറ്റുന്നതുകൊണ്ട് അലൈനർ ട്രീറ്റ്മെൻറ്റ് ഫാസ്റ്ററാണ്. പക്ഷേ ഈ പേഷ്യൻ്റ് കറക്റ്റ് ഇട്ടില്ലെങ്കിലോ? ബാക്കി പറയുകയാണെങ്കിൽ പല്ലുകൾ സൂക്ഷിക്കുക, അല്ലെ, സംരക്ഷിക്കുക, കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുക, അത്രയൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മെയിൻലി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടണം. നമ്മുടെ വായുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒരുപാട് റിലേറ്റഡ് ആണ്. നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ടെക്നിക്കൽ ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യുക, ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ചെയ്താൽ തന്നെ നമ്മുടെ വായിക്ക് അത് പുതിയ ക്യാവിറ്റിയോ അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളോ ഉണ്ടാവത്തില്ല. ആദ്യം നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് പല്ല് ദൈവം തന്നേക്കുന്ന ആഹാരം ചവയ്ക്കാനും സംസാരിക്കാനും വേണ്ടിയാണ്. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് പല്ലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യമില്ല. നല്ല തണുപ്പ് സമയത്ത് ഭയങ്കര ഒരു പല്ലുവേദന വരും, പക്ഷെ പിന്നെ അത് കുറച്ച് മാറും. പിന്നെ അത് വീണ്ടും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു നല്ലൊരു തണുപ്പുള്ള സമയത്ത് അതെന്തുകൊണ്ട് ഈ തണുപ്പ് വരുമ്പോൾ പല്ലുവേദന കൂടുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, പല്ലിൻ്റെ ഘടനയെ പറഞ്ഞല്ലോ, ഇനാമലുണ്ട്, ഡെൻറ്റിൻ്റെ അകത്ത് ഒരുപാട് ട്യൂബ്യൂൾസ് ഉണ്ട്, ചെറിയ ചെറിയ നമ്മൾ പൈപ്പ് പോലുള്ള സാധനമുണ്ട്, അത് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ തണുപ്പ് വരുമ്പോൾ, തണുപ്പും ഹീറ്റും വരുമ്പോഴത്തെ ഈ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നതുകൊണ്ടാണ് ഇപ്പം നെർവിന് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. നെർവിന് സ്റ്റിമുലേഷൻ കാരണമാണ് പൊടുപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ തണുത്ത സമയത്ത് അതിൻ്റെ സ്റ്റിമുലേഷൻ കൂടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന കൂടുന്നത്. ഒരു പല്ല് നമുക്കൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കേടായിട്ട് ചിലപ്പോൾ എടുക്കേണ്ട അവസ്ഥ വരെ വന്നേക്കാം. ഇത് കഴിഞ്ഞാൽ അത് പിന്നീട് അടുത്ത പല്ലുകളിലോട്ട് എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത പല്ലിലേക്ക് കേടുവരാം. പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാനതൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ഒരു 10 വർഷം മുമ്പ് ഒരു പല്ലൊരു കംപ്ലൈൻറ്റ്, എനിക്കൊന്ന് അണപ്പല്ല ഭാഗത്തുള്ള അണപ്പല്ലെന്നല്ലേ പറയുന്നത്, അത് പൊടിഞ്ഞു പോയി. പുള്ളി അത് കെയർ ചെയ്തില്ല. പക്ഷെ വേറെ ഒറ്റ പല്ലിന് പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പരിചയമുള്ള കുറേ പേർക്കും അത് പിന്നീട് സ്പ്രെഡായെന്ന് കാണുന്നത്. അത് ഓരോരുത്തരുടെ ജന്മന കിട്ടുന്ന എന്തെങ്കിലും ഇതുകൊണ്ടാണോ അതങ്ങനെ? ഈ ഇനാമലിന്റെ ക്വാളിറ്റി ഒക്കെ ഒരു എഫക്റ്റ് ആണ്. പിന്നെ ഈ പല്ലിന്റെ പോട് വരുന്ന ഏരിയ, നമ്മുടെ 2 പല്ലുകൾ കൂട്ടിമുട്ടുന്ന ഏരിയയിലാണ് പോട് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പല്ലിൽ പോട് വന്ന് ഇപ്പുറത്തെ പല്ലിലോട്ട് അത് പറ്റി പിടിച്ചിട്ടുണ്ടാവും, പോട് വന്നിട്ടുണ്ടാവും, അങ്ങനെ സ്പ്രെഡ് ആവും. അല്ലാതെ ഒരാൾക്ക് പോട് വന്നതിന്റെ ബാക്കി എല്ലാ പല്ലുകളും പോടാണെന്ന് കമ്പൽസറി അല്ല. പക്ഷെ ഒരൊറ്റ പല്ല് മാത്രം ഒരാൾക്ക് മാത്രം വേറെ ഒരൊറ്റ പല്ലിനെ അത് അഫക്ട് ചെയ്യുക, ശരിക്കും അത് അഫക്റ്റഡ് ആയിട്ട് പോകേണ്ടതല്ലേ ശരിക്കും? അങ്ങനെ കേടുവന്നു ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കമ്പൽസറി ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പല്ലുകളുടെ എവിടാണോ ഫുഡ് പാർട്ടിക്കിൾ പറ്റി പിടിച്ചിരിക്കുന്നത്, ബ്രഷിങ്ങിൽ ക്ലീൻ ആവാതിരിക്കുന്നു, അവിടെ ബാക്ടീരിയ വരും, അവിടെ ക്യാവിറ്റി ഉണ്ടാവും. അത്ര സിമ്പിൾ ആണ്. നിർബന്ധമൊന്നുമില്ല അത് സ്പ്രെഡ് ആവണം, ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. അതെ. പിന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു ക്രോമോജനിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഈ കൊച്ചു പിള്ളേരിലാണെങ്കിലും വലിയ ആൾക്കാരിലും പെട്ടെന്ന് പല്ലിൽ കറുപ്പുകൾ കയറി വരുന്നത്, അപ്പോൾ അവിടെ ബാക്ടീരിയയുടെ കൗണ്ട് കൂടുതൽ. അപ്പോൾ നമ്മുടെ വായിക്കകത്ത് ഒരുപാട് ബാക്ടീരിയ ഉണ്ടെങ്കിൽ യു ആർ മോർ ചാൻസസ് ടു ഗെറ്റ് എ ഡെന്റൽ ക്യാവിറ്റി. ഡെന്റൽ ക്യാവിറ്റി കിട്ടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡെന്റൽ ക്യാവിറ്റി ഉണ്ടാവാൻ നിങ്ങൾ ഒരുപാട് എലിജിബിൾ ആണ്. നിങ്ങൾ ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തു, ക്യാവിറ്റി വന്നേ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കേടുള്ളവർ നമ്മളെ ഭക്ഷണം കഴിച്ചതിനെ പറ്റി പിടിക്കുമ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടൂത്ത് പിക്കും ചിലപ്പോൾ ചിലവർ തീപ്പെട്ടിക്കോലെടുത്ത് ഈ പിന്നെടുത്ത് കുത്തുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേടല്ലേ? നല്ല പ്രവണതയാണോ അതൊക്കെ? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂത്ത് പിക്ക് ആവട്ടെ, പിന്നാവട്ടെ, ഇത് ആക്ച്വലി നമ്മളുടെ ഇത് മോണയിൽ കൊള്ളുകയും മുറിവുണ്ടാവുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമ്മളിത് തള്ളി കയറ്റുമ്പോൾ ആ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ അകത്ത് മറ്റേ കോൺക്രീറ്റ് ഇട്ട പോലെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലോ. ഈ പല്ലുകളും എല്ലുകളും തമ്മിലൊരു ഫൈബർ ഉണ്ട്, പെരിഡോണ്ടൽ ഫൈബർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം തള്ളുമ്പം ഈ പല്ലുകളുടെ ഇടയിൽ വിടവുണ്ടാവുകയാണ്. ഇപ്പോൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ പല്ല് അനാവശ്യമായിട്ട് വിടവുണ്ടായി മോണ തേഞ്ഞ് പോയി അവിടെ അത് പിന്നെ ചിക്കൻ്റെ കഷ്ണം അതിൽ എന്ത് കഴിച്ചാലും അവിടെ പോയിരിക്കും. ശരിക്കും അതിന് ഡെൻ്റൽ ഫ്ലോസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വളരെ തിന്നായിട്ടുള്ള ത്രെഡാണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി സ്റ്റിക്കിൻ്റെ അകത്ത് ഫ്ലോസ് കിട്ടും, ജസ്റ്റ് അറ്റം മാത്രം ഫ്ലോസ് വരുന്ന ഏരിയ. ഡെൻ്റൽ ഫ്ലോസ് ആണ് എപ്പോഴും നല്ല, കാരണം വളരെ ചെറിയ ത്രെഡാണ്. അപ്പോൾ അത് പാസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു ക്യാവിറ്റി ഒന്നും അല്ല, വലിയൊരു ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നു. അതെ അതെ. അപ്പോൾ ഇത് കുത്തരുതെന്നാണ് ശരിക്കും. കുത്തി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ മോണം മുറിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും. ഞാൻ ആക്ച്വലി അതിന് റിലേറ്റഡ് വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തന്നെ അറിയാം, ഞാൻ ചില സമയത്ത് ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പം ആക്സിഡൻ്റലി കൊള്ളുകയും മുറിയുകയും ചെയ്യുന്നുണ്ട്, അപ്പോൾ ചോര വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുന്ന ഒരു ഇഞ്ചുറി സംഭവിക്കുന്നു മോണയിൽ, അൺനെസസറി ആയിട്ടുള്ള ഒരു അതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഫ്ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല.
ഫ്ലോസ് ഉപയോഗിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് മോഷൻ ഉപയോഗിച്ച് ചെയ്യുക. എല്ലാ പല്ലിലും ക്ലീൻ ആയി ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ പല്ല് കേട് വന്നു കഴിഞ്ഞാൽ വേദനയും ഈ പറഞ്ഞ പോലെ വായനാറ്റും വരുന്നത്. ചിലവർക്ക് വേദനയേ ഉണ്ടാവില്ല, അവർക്ക് വായനാറ്റം മാത്രമേ ഉള്ളൂ. ചില ആളുകൾക്ക് അത് 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 എന്തെങ്കിലും അതിന് കാരണമുണ്ടോ? നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി കുറേ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പല്ലിൻ്റെ അകത്ത് ഇനാമലുണ്ട്, ഡെൻറ്റിനുണ്ട്. ഇനാമൽ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. പക്ഷേ ഡെൻറ്റിൻ അങ്ങനെയല്ല, അതിന് കുറച്ചും കൂടെ റിപ്പാരറ്റീവ് ഡെൻറ്റിൻ, അതായത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഡെൻറ്റിൻ ഫോർമേഷൻ ചെയ്യും. അപ്പോൾ ചില സമയത്ത് അത് തന്നെ നിങ്ങളുടെ ക്യാവിറ്റിയെ ഫർദറായിട്ട് വേരിൻ്റെ അകത്തോട്ട് പോവാതെ തന്നെ പ്രിവെൻറ്റ് ചെയ്യും. ആ സമയത്താണ് ചില ആൾക്കാർക്ക് പെയിൻ ഒന്നും ഉണ്ടാവാത്തത്. പിന്നെ ചില ആൾക്കാർക്ക് പെയിൻ ത്രഷോൾഡ് ഒരുപാട് കൂടുതലാണെങ്കിലും അവർക്ക് പെയിൻ അറിയത്തില്ല. ഇപ്പം എൻ്റെ പെയിൻ ത്രഷോൾഡ് ആയിരിക്കത്തില്ല വേറൊരാളുടെ. എനിക്ക് ചെറുതായിട്ട് കുത്തിയാലും വേദനിക്കും, ചില ആൾക്കാർക്ക് അമർത്തി കുത്തിയാലും വേദനിക്കത്തില്ല. അപ്പം പോടുണ്ടാകുമ്പോഴും പെയിൻ ആണല്ലോ നമ്മളെ ശരിക്കും പോടുണ്ട് അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടെന്ന് നമ്മളെ അറിയിക്കുന്നത്. അപ്പം പെയിൻ ത്രഷോൾഡ് ഒരു ഫാക്ടറാണ് അവിടെ. അതും ഈ പറഞ്ഞ പോലെ വ്യക്തികളെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ പല്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ മാറി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് വരുന്നത്. അത് തന്നെ ഇപ്പോൾ പല ആളുകൾ ഇവരുടെ ഈ നേരത്തെ എന്താ പറയുക, ഇത് മുൻപല്ലുകൾ ഒരേ ലൈനിലാക്കുന്നു. അതൊക്കെ ഇപ്പോഴല്ല ശരിക്കും, അതൊക്കെ സ്മൈൽ ഡിസൈനിങ്. അതെ, സ്മൈൽ ഡിസൈനിങ് അതൊക്കെ പണ്ടില്ലല്ലോ, അതൊന്നും ഇപ്പോഴല്ല. അതൊക്കെ അല്ലേ എസ്തെറ്റിക് കൺസേൺ ആണ്, കോസ്മെറ്റിക് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിന്റെ കൺസേൺ ആണ്. പണ്ട് ആൾക്കാർ നേരെ തെറ്റ് ചെയ്താൽ വലിയ കൺസേൺ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആൾക്കാർ ഞാൻ പറഞ്ഞു അപ്പിയറൻസ് ഒരുപാട് ആൾക്കാർ ഇപ്പം മാറ്റി. ഇപ്പം നമ്മളിപ്പം കുറച്ച് നല്ല രീതിയിൽ ഇൻഡസ്ട്രി വളർന്ന അല്ലെങ്കിൽ പല ആക്ട്രസ് അല്ലെങ്കിൽ മീഡിയ ഒക്കെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ റിസപ്ഷനിൽ നിൽക്കുന്നു. അപ്പം നമ്മുടെ സ്മൈൽ ഇമ്പ്രൂവ് ആകുമ്പോഴത്തേക്ക് കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ആകും എന്നുള്ളതാണ് മെയിൻലി ഉള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്മൈൽ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ടെക്നോളജി അഡ്വാൻസ് കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ടെക്നോളജി വളർന്നത് ഒരു കണക്കിന് ഈ കാര്യങ്ങൾ ഒബ്വിയസ്ലി ടെക്നോളജി വളർന്നൊരു വലിയ കാര്യമാണ്. നമുക്ക് ഒരുപാട് പുതിയ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പണ്ട് വരുന്ന മെറ്റീരിയലിന് അത്രയും ഇതിനെക്കാട്ടി കൂടുതൽ നമുക്ക് കളർ ഷെയ്ഡിങ്ങും കളർ മാച്ചിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും സ്മൈൽ ഡിസൈനിങ് ചെയ്യാൻ പറ്റും. സ്മൈൽ ഡിസൈൻ ഒരു ബ്രോഡ് ടേം ആണ് ആക്ച്വലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്മൈൽ ഡിസൈൻ ഒരുപാട് കമ്പോണൻ്റ് വരുന്നുണ്ട്. പല്ലുകൾ നേരെയാക്കുന്നത്, ലെവലാക്കുന്നത്, പല്ലിൻ്റെ ഷേപ്പ് മാറ്റുന്നത്, സൈസ് മാറ്റുന്നത്, അങ്ങനെ വിടവുകൾ അടയ്ക്കുന്നത്, എല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്തായിരിക്കും ഇനി അങ്ങോട്ട് ടെക്നോളജി വളർന്നനുസരിച്ചിട്ട് ആഫ്റ്റർ 10 years ഈ ഒരു ഫീൽഡിൽ ഞാൻ പറഞ്ഞ 20 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ റൂട്ട് കനാൽ എന്ന് പറയുന്നത് വരെ വളരെ അപൂർവ ആളുകൾ ചെയ്യുന്നോട്ട് ഇന്ന് കോമൺ ആയിട്ടുള്ള കാര്യമായി മാറി. ഇപ്പം ഈ പറഞ്ഞ പോലെ സ്മൈൽ ഡിസൈനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളോട്ട് വരുന്നു. ഇനിയൊരു 10 വർഷം 20 വർഷമൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ ഇതിലൊക്കെ തന്നെ ആയിരിക്കും മിക്കാറും പോകുന്നത്. പക്ഷേ പിന്നെ ഈ പറഞ്ഞ റോബോട്ട്സ് വന്ന് ഡെന്റിസ്റ്റിനെ റീപ്ലേസ് ചെയ്യും. പിന്നെ പുതിയതായിട്ട് നമുക്ക് പല്ലുകളെ ക്ലിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ഇപ്പം ലാബിൽ മാത്രം ചെയ്യുന്ന സ്റ്റഡീസാണ്. അതൊക്കെ ഭാവിയിൽ വരുമായിരിക്കും. എന്തൊക്കെയോ വരുമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ഡോക്ടർ ക്ലിനിക്ക് കൂടാതെ എനിക്ക് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ്, എവിടെയാണ്? ഞാൻ ആക്ച്വലി അന്നൂർ ഡെന്റൽ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓർത്തഡോണ്ടിക് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിനിക്ക് എവിടെയൊക്കെയാണുള്ളത്? ക്ലിനിക്ക് ആക്ച്വലി പാലാരിവട്ടം വെണ്ണല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്ച്വലി. നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ച് വരുന്നുണ്ട്, ഭാവിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയണ പോലെ പല്ല് സംരക്ഷിക്കാൻ വരുന്നവരാണോ, ഈ പറഞ്ഞ പോലെ സൗന്ദര്യം സംരക്ഷിക്കാൻ വരുന്നവരാണോ? ഇപ്പോഴത്തെ ഒരു രണ്ട് രീതിയിലും ഉണ്ട്. അതായത് ചില ആൾക്കാർക്ക് ക്യാവിറ്റീസ് ഒക്കെ കറക്റ്റ് ചെയ്താൽ മതി. ചില ആൾക്കാർ പല്ല് കമ്പി ഇടണം, അല്ലെങ്കിൽ പല്ല് നേരെയാക്കണം, അലൈനർ ട്രീറ്റ്മെൻറ്റ്, സ്മൈൽ ഡിസൈൻ, അങ്ങനെയുള്ള സ്പെസിഫിക് കൺസേൺസ് ആയിട്ട് വരുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് പല്ലിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാവുന്നവരുണ്ട്. ഇപ്പോൾ മറ്റേ ലോക സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ മറ്റേ കൂർത്ത പല്ല് വെക്കണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ടോവിനോയെ കണ്ടിട്ട് ആൾക്കാർ പല്ലിൽ ജസ്റ്റ് ഗോൾഡൻ കളർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കണം, അങ്ങനെയൊക്കെ പല വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അലൈനേഴ്സ് ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കാട്ടും കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്ന അവരുടെ ഒരു ഐ ചെക്കപ്പ് ഒക്കെ പോലെ ഇതും പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പല്ല് വേദന വന്നാൽ മാത്രമേ പോവുള്ളൂ. അതൊന്നൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് അവെയറാണ്. ആക്ച്വലി ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി പല്ലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ പല്ല് നേരെയാവാത്തതിൻ്റെ, അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യണം. നമുക്ക് എല്ലാ വേദനയും സഹിക്കാൻ പറ്റും, പല്ല് വേദന അഴിച്ച്. പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അടയ്ക്കുന്ന പ്രൊസീജിയർ, പല്ലടക്കലാണ് ഏറ്റവും ചെറിയ പ്രൊസീജിയർ. അത് ചെയ്തില്ലെങ്കിലാണ് റൂട്ട് കനാൽ, പല്ല് എടുത്ത് കളയൽ, പല്ല് വെക്കണം, അങ്ങനെ കുറേ പ്രൊസീജിയർ ഉണ്ട്. അപ്പം എപ്പോഴും 6 മാസം കൂടി ഡെന്റിസ്റ്റിനെ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ പുതിയ പല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, കറക്റ്റാണോ എല്ലാം ഇരിക്കുന്നേ എന്നുള്ളത് അറിയാമല്ലോ. ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. നേരത്തെ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ വിട്ടുപോയതാണ്. ഇപ്പം ഈ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഡിന്നർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്
ഉടനെ ബ്രഷ് ചെയ്യുന്നതാണോ അതോ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബ്രഷ് ചെയ്യുന്നതാണോ നല്ലത്? പൊതുവെ ഒരു ഇച്ചിരി സമയം എടുത്തിട്ട് ബ്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ വീട്ടിലൊക്കെ ചെന്ന് ഒതുങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രഷ് ചെയ്തിട്ട് കിടക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണല്ലേ അതെ ബ്രഷ് അതെ ചെയ്യുന്നതിന്? അതെ അതെ. കാരണം പല്ലിലൊക്കെ അത് നോർമലി ജസ്റ്റ് സെൽഫ് ക്ലീനിങ് തന്നെ നടക്കുന്നുണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് ഉടനെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഐസ്ക്രീമോ അല്ലെങ്കിൽ ഇതുപോലെ സാധനം കഴിച്ച് ഉടനെ തന്നെ ആ ഫ്ലേവർ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ എപ്പം ബ്രഷ് ചെയ്യുന്നു, എത്ര പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുക, കറക്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുക, രാവിലെയും രാത്രിയും ചെയ്യുക. അതാണ് മെയിനായിട്ട്. ആഹാരം കഴിച്ചിട്ട് ചെയ്യണോ, ആഹാരം കഴിക്കുന്നതിന് മുന്നേ ചെയ്യണോ, അതൊക്കെ ഓരോ ആൾക്കാരുടെ ഡിസിഷനാണ്. പിന്നെ ഈ പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് മോണ വേദന വരുമ്പോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണോ ഈ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലല്ലോ. പെയിൻ കില്ലേഴ്സിനെക്കാട്ടി കൂടുതൽ ആന്റിബയോട്ടിക്സ് സ്വന്തമായിട്ട് എടുക്കുന്നതാണ്. ഇപ്പം സർക്കാരിന്റെ പുതിയ നിയമം അനുസരിച്ച് ആന്റിബയോട്ടിക് കിട്ടില്ല, പ്രിസ്ക്രിപ്ഷൻ അതെ, പണ്ടൊക്കെ അതെ. കിട്ടുമായിരുന്നു. ഈ ആന്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം പല്ലുവേദന വന്നു, ഞാൻ കടയിൽ പോകുന്നു, ഒരു മരുന്ന് മേടിക്കുന്നു, കഴിക്കുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ പല്ലുവേദന ഉണ്ടാവില്ല, പിന്നെ 2 ആഴ്ചയും പല്ലുവേദന വരും, പിന്നെയും മരുന്ന് എടുക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു 500 mg മരുന്നാണ് ആദ്യം കഴിയുന്നതെങ്കിൽ അവസാനം ഇത് 1 mg മാറണം, അല്ലെങ്കിൽ ഒരു 1 kg അല്ലെങ്കിൽ എൻ്റെ ഗ്രാം കൂട്ടണം, 500 600 ആക്കണം, 700 ആക്കണം. ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയ്ക്ക് ഈ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ഡെൻറ്റിസ്റ്റിനെ കണ്ട് അവർ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് മരുന്ന് മേടിച്ച് കഴിക്കുന്നത് ഇപ്പോഴും നല്ലതല്ല. പിന്നെ മരുന്നല്ലല്ലോ, ഇതിൻ്റെ ഉത്ഭവസ്ഥലം എവിടെയാണ്, എന്താണ് ശരിക്കും നിങ്ങളുടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേദന വന്നു, അത് കറക്റ്റ് ചെയ്യാതെ കാര്യമില്ല. പിന്നെ ഉപ്പുവെള്ളം കൊള്ളുന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിനകത്ത് ഉപ്പിന് ആക്ച്വലി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതും കൊണ്ട് ഒരു പരിധി വരെ മുറിവ് വന്നാൽ പോലും ഉപ്പ് തൊട്ട് കഴുകുന്ന പോലെയാണ്. ഉപ്പിന് ആക്ച്വലി വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഉപ്പുവെള്ളം കൊള്ളുമ്പോൾ വായിക്കാത്തുള്ള നീരൊക്കെ മാറും. പക്ഷേ എന്താണ് ശരിക്കുള്ള പ്രശ്നം കറക്റ്റ് ചെയ്യാതെ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ പൊതുവെ പേഷ്യൻസിനോട് പറയണം, നിങ്ങൾ ഉപ്പുവെള്ളം കൊള്ളണം. കാരണം മോണയുടെ ഹെൽത്തിനും മൗത്ത് വാഷ് പോലെ തന്നെയാണ്. ഉപ്പ് വായിക്കാത്തുള്ള ബാക്ടീരിയയുടെ എമൗണ്ട് കുറയ്ക്കും. പിന്നെ നീർക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു അഡ്ജങ്ക്റ്റ് പ്രൊസീജിയർ മാത്രമാണ്. അത് ഒരിക്കലും നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ വന്ന് കാണുന്നതിന് അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും ആവില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ സ്മൈൽ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അലൈനേഴ്സിനെ കുറിച്ച് ഇപ്പോൾ അതാണല്ലോ ലേറ്റസ്റ്റ് ട്രെൻഡ്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന്. ശരിക്കും അലൈനേഴ്സ് വന്ന് നമ്മുടെ ബ്രേസസ് പണ്ട് പല്ലിൽ കമ്പി ഇടുന്നതിന് ഒരു ഓൾട്ടർനേറ്റീവാണ് അലൈനർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും അലൈനർ ചെയ്യാൻ എലിജിബിൾ അല്ല. അതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പൊതുവെ ചെല്ലുന്നു, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നു, അവരെനിക്ക് അലൈനർ ചെയ്ത് തരാമെന്ന്, ഇത്ര റേറ്റ് ചെയ്ത് തരുമോ, എന്നാൽ ഞാനത് ചെയ്യുമോ? പക്ഷേ എല്ലാ പേഷ്യൻസും ആർ നോട്ട് ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ അലൈനേഴ്സ്. കാരണം അലൈനറുകൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ അലൈനർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലൈനർ ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബയോമെഡിക്കൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസ്പാരൻറ്റ് ട്രേ ആണ്. ഒരു മൾട്ടി ലെയർഡാണ്, ഒരുപാട് പ്ലാസ്റ്റിക് ലെയറുകൾ വരുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലിൽ പണ്ട് മുത്തൊക്കെ ഒട്ടിച്ച് കഴിയുമ്പം പൊതുവെ പറഞ്ഞിട്ടുണ്ട്, കട്ടിയുള്ളത് കഴിക്കല്, മുത്ത് പൊട്ടി പോകും, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് ഊരാനും ഇടാനും പറ്റുന്നതായതുകൊണ്ട് പേഷ്യൻറ്റിന് എപ്പം വേണമെങ്കിലും ഇത് ഊരാം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, തിരിച്ചിടാം. മറ്റേ പല്ലെ കമ്പി ഇടുമ്പം അത് പറ്റത്തില്ല, കട്ടിയുള്ള ചിപ്സ് കടിച്ചാൽ മുത്ത് പൊട്ടും, പിന്നെ ട്രീറ്റ്മെൻറ്റ് സമയം കൂടി. അപ്പം അലൈനേഴ്സും ബ്രേസസിനും വ്യത്യാസം സമയത്തിലുണ്ട്. അലൈനേഴ്സിന് വന്നിട്ട് സമയം കുറവാണ്, ബ്രേസസിന് സമയം കൂടുതലാണ്. പക്ഷേ എൻ്റെ ഡീമെറിറ്റ് വരുന്നത് എവിടെയാണെന്നറിയോ, പേഷ്യൻറ്റ് കറക്റ്റായിട്ട് ഇടണം. ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻറ്റ് സ്വന്തമായിട്ട് ഊരാനും ഇടാനും പറ്റുന്നതുകൊണ്ട് അലൈനർ ട്രീറ്റ്മെൻറ്റ് ഫാസ്റ്ററാണ്. പക്ഷേ ഈ പേഷ്യൻറ്റ് കറക്റ്റ് ഇട്ടില്ലെങ്കിലോ? അപ്പോൾ നിങ്ങളൊരു ദിവസം 22 മണിക്കൂർ നിങ്ങൾ അലൈനർ ഇടുവാണെങ്കിൽ നിങ്ങൾ നല്ല റിസൾട്ട് കിട്ടും. സ്പീഡറായിരിക്കും, ഒന്നും റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല, മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഈ മുത്ത് പൊട്ടി കമ്പി കുത്തി കയറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അലൈനർ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ അലൈനേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ മോണകളുടെ എല്ലിൻ്റെ പ്രശ്നങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, താടി എല്ലിൻ്റെ വളർച്ചകളെ കറക്റ്റ് ചെയ്യുന്നതിന് അലൈനേഴ്സ് ഒരു പരിധി വരെ സഹായിക്കുകയുള്ളൂ. പക്ഷേ കോംപ്ലക്സ് കേസസ് ഒരിക്കലും അലൈനേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അലൈനേഴ്സ് കറക്റ്റായിട്ട് ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ വന്ന് കണ്ട് നിങ്ങൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നിങ്ങൾക്ക് അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ശരിയാവോ ഇല്ലയോ എന്നുള്ളത് ഒരു ഓർത്തഡോണ്ടിസ്റ്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അലൈനർ വേണോ അല്ല മറ്റേ കമ്പി ഇടുന്നതാണോ നല്ലതെന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പം എല്ലാവരും അലൈനറാണ്, ചീപ്പായിട്ട് 20,000 രൂപയ്ക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അത് ചെയ്യുമോ? അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അലൈനർ ഫിറ്റാണോ, നിങ്ങളതിന് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നല്ലൊരാളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫിറ്റാകുമോ എന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ, ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. അലൈനർ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്, ഇന്ത്യൻ മെയ്ഡും ഫോറിൻ മെയ്ഡും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പല്ലിൻ്റെ അകത്ത് ഈ ജ്വല്ലറി ഒരു സ്റ്റൈലാക്കി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ആക്ച്വലി ഒരു കോസ്മെറ്റിക് എൻഹാൻസ്മെന്റ് ആണ്. ഇപ്പം പ്രത്യേകിച്ച് കൂർത്ത പല്ലിലൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആക്ച്വലി വന്നിട്ട് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിക്കും. ചില ആൾക്കാർ ഡയമണ്ട് അല്ലെങ്കിൽ കളേർഡ് സ്റ്റോൺസോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു.
ഇപ്പോൾ വളരെ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ്. പ്രത്യേകിച്ച് നമ്മൾ പല്ലേക്ക് ഇഴിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു മെറ്റീരിയൽ വെച്ച് അതിനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നു. ചിരിക്കുമ്പം ഒരു സൗന്ദര്യം, അവിടെ ഉണ്ടാകുന്ന ഒരു ഭംഗി, ഒരു തിളക്കം, നമ്മൾ മറ്റേ സ്വർണ്ണം പല്ലൊക്കെ പണ്ട് വെക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഡെൻ്റൽ ജ്വല്ലറി. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ലോക സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരത് ഒരുപാട് പുതിയ പുതിയ ട്രെൻഡ് വരുമ്പോൾ ആൾക്കാർ എന്തെല്ലാം മാറ്റിയെടുക്കണമെന്ന് ചിന്തിച്ചാണ് ചെയ്യുന്നത്. അപ്പം അതും ഇതാണ്, ട്രെൻഡിനനുസരിച്ചിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ ഒരു അപ്പിയറൻസിന് അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് ചിന്തിക്കുന്നവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാ പല്ലുകളും ക്രൗൺ ചെയ്ത് നേരെയാക്കണം അല്ലെങ്കിൽ ഡെൻ്റൽ ജ്വല്ലറി ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. പല്ലുകൾ നേരെയാകുക, കറക്റ്റായിട്ടിരിക്കുക, അതുവഴി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടട്ടെ. അതാണ് മെയിനായിട്ടുള്ള കൺസെപ്റ്റ്. അപ്പം ഡെൻ്റൽ ജ്വല്ലറിയോ സ്മൈൽ ഡിസൈനിങ്ങോ ഒക്കെ ചെയ്ത പിന്നെ നിങ്ങളുടെ ആരോഗ്യം നോക്കുക. പല്ലുകൾ നേരെയായിരുന്നാൽ കുറേയൊക്കെ ആരോഗ്യം ഹെൽപ്ഫുള്ളാവാൻ മാറും. അപ്പം എന്തായാലും എൻ്റെ കുറേ സംശയങ്ങൾ എന്ന് പറയുക സൊല്യൂഷൻ തന്നു. അപ്പോൾ ഇനി പറഞ്ഞ പോലെ അടുത്തതിൻ്റെ ടെക്നോളജി എന്താണെന്ന് നോക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഒന്ന് മെയിനായിട്ട് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പല്ലുകൾ സൂക്ഷിക്കുക, അല്ലെ, സംരക്ഷിക്കുക, കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുക, അത്രയൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മെയിൻലി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടണം. നമ്മുടെ വായുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒരുപാട് റിലേറ്റഡ് ആണ്. നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ടെക്നിക്കൽ ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യുക, ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ചെയ്താൽ തന്നെ നമ്മുടെ വായിക്ക് അത് പുതിയ ക്യാവിറ്റിയോ അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളോ ഉണ്ടാവത്തില്ല. പിന്നെ സ്മോക്കിങ് അങ്ങനെയുള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ളവർക്ക് ഒരു പരിധി വരെ കുറയ്ക്കുക. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഈ സ്മൈൽ ഡിസൈൻ ചെയ്യണോ പല്ല് നേരെയാക്കണോ എന്നുള്ളത്. ആദ്യം നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് പല്ല് ദൈവം തന്നേക്കുന്ന ആഹാരം ചവയ്ക്കാനും സംസാരിക്കാനും വേണ്ടിയാണ്. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് പല്ലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യമില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 6 മാസം കൂടിക്കുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണും, നമുക്ക് നോക്കാമല്ലോ എന്താ പ്രശ്നമെന്നുള്ളത്. വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പല്ലൊക്കെ അത്യാവശ്യം കേടുണ്ടെങ്കിൽ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തതാണ്, തണുപ്പ് വരുമ്പോൾ, തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ നല്ല തണുപ്പ് സമയത്ത് ഭയങ്കരമായിട്ട് പല്ലുവേദന വരും. പക്ഷെ പിന്നെ അത് കുറച്ച് മാറും. പിന്നെ അത് വീണ്ടും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു നല്ലൊരു തണുപ്പുള്ള സമയത്ത് അതെന്തുകൊണ്ട് ഈ തണുപ്പ് വരുമ്പോൾ പല്ലുവേദന കൂടുന്നത്? അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, പല്ലിൻ്റെ ഘടനയെ പറഞ്ഞ ഇനാമലുണ്ട്, ഡെൻറ്റിൻ്റെ അകത്ത് ഒരുപാട് ട്യൂബ്യൂൾസ് ഉണ്ട്, ചെറിയ ചെറിയ നമ്മൾ പൈപ്പ് പോലുള്ള സാധനമുണ്ട്, അത് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ തണുപ്പ് വരുമ്പോൾ, തണുപ്പും ഹീറ്റും വരുമ്പോഴത്തേ ഈ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നതുകൊണ്ടാണ് ഇപ്പം നെർവിന് സെൻസിറ്റിവിറ്റി ഉണ്ടാവും, നെർവിന് സ്റ്റിമുലേഷൻ കാരണമാണ് പുളിപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ തണുത്ത സമയത്ത് അതിൻ്റെ സ്റ്റിമുലേഷൻ കൂടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന കൂടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തണുപ്പിൻ്റെ ഇൻ്റർഫറൻസ് ആണ്. പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ കൂടുതലും ആ ഒരു നമ്മൾ ആ ഒരു വേദനയുള്ള ഒരു ഭാഗത്ത് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രത്യേകിച്ച് പല്ലിന് പോടുള്ള സമയത്ത് നമ്മൾ തണുത്തതും ചൂടും കഴിക്കുമ്പോൾ നല്ല സെൻസിറ്റിവിറ്റി ആയിരിക്കും. സെൻസിറ്റിവിറ്റി ഒരു ആക്ച്വലി ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളത് ശരിയാക്കുമെന്ന് ബോഡി കാണിക്കുന്നൊരു സൈനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നെർവ് എൻഡിങ്സിൻ്റെ അകത്ത് ഈ ഫ്ലൂയിഡ് മൂവ് ആകുന്നത് കാരണം നെർവ് ഇമ്പൾസ് സിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പുളിപ്പും ചൂടൊക്കെ അറിയാൻ പറ്റുന്നത്. നമ്മൾ ചൂട് ചായ കുടിച്ച് കഴിഞ്ഞാൽ ചൂടാണെന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? പല്ലിൻ്റെ അകത്തുമുള്ള നെർവ്സ് അത് അറിയുന്നു, ചൂടാണ് തണുപ്പാണെന്ന് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് മനസ്സിലാക്കുന്നത്. പുളിപ്പ് വരുന്ന പോടുള്ള സമയത്ത് ഇതേപോലെ പല്ല് പുളിക്കും, വേദന എടുക്കും, നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് തണുത്ത കാലത്ത് ഡിസംബർ മാസമൊക്കെയാണ് പല്ല് വേദന ഭയങ്കരമായിട്ട് എവിടുന്നോ വന്ന പോലെ പെട്ടെന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ കുറേ സംശയങ്ങൾ എന്ന് പറയുക സൊല്യൂഷൻ തന്നു. അപ്പോൾ ഇനി പറഞ്ഞ പോലെ അടുത്തതിൻ്റെ ടെക്നോളജി എന്താണെന്ന് നോക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഒന്ന് മെയിനായിട്ട് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പല്ലുകൾ സൂക്ഷിക്കുക, അല്ലെ, സംരക്ഷിക്കുക, കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുക, അത്രയൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മെയിൻലി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടണം. നമ്മുടെ വായുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒരുപാട് റിലേറ്റഡ് ആണ്. നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ടെക്നിക്കൽ ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യുക, ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ചെയ്താൽ തന്നെ നമ്മുടെ വായിക്ക് അത് പുതിയ ക്യാവിറ്റിയോ അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളോ ഉണ്ടാവത്തില്ല. പിന്നെ സ്മോക്കിങ് അങ്ങനെയുള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ളവർക്ക് ഒരു പരിധി വരെ കുറയ്ക്കുക. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഈ സ്മൈൽ ഡിസൈൻ ചെയ്യണോ പല്ല് നേരെയാക്കണോ എന്നുള്ളത്. ആദ്യം നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് പല്ല് ദൈവം തന്നേക്കുന്ന ആഹാരം ചവയ്ക്കാനും സംസാരിക്കാനും വേണ്ടിയാണ്. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് പല്ലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യമില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു 6 മാസം കൂടിക്കുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണും, നമുക്ക് നോക്കാമല്ലോ എന്താ പ്രശ്നമെന്നുള്ളത്. വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.